1411 ക്രൊയേഷ്യയിലെ ലുഡ്ബ്രക്കിൽ ഒരു വൈദികന് ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂദാശ വചന സമയത്ത് വീഞ്ഞ് ഈശോയുടെ തിരുരക്തമായി മാറുമോ എന്ന് സംശയമുണ്ടായി. എന്നാൽ അപ്പോൾ തന്നെ വീഞ്ഞ് തിരുരക്തമായി രൂപാന്തരപ്പെട്ടു. ഈ അതിസ്വാഭാവിക മാറ്റം ദർശിച്ച വൈദികൻ അത്ഭുതപ്പെടുകയും ഭയപ്പെടുകയും ചെയ്തു. അദ്ദേഹം പ്രധാന അൾത്താരയുടെ പിൻഭാഗത്തുള്ള ഭിത്തിയിൽ ഒരു വിടവുണ്ടാക്കി തിരുരക്തത്തോടു കൂടി കാസ രഹസ്യമായി അവിടെ സൂക്ഷിച്ചു. വർഷങ്ങൾക്ക് ശേഷം മരണാസന്നനായപ്പോൾ വൈദികൻ തൻ്റെ കുമ്പസാരക്കാരനോടും വിശ്വാസികളോടും ഈ അത്ഭുതത്തിൻ്റെ വിവരങ്ങൾ വെളിപ്പെടുത്തി. അത്ഭുതത്തെപ്പറ്റിയുള്ള വാർത്ത തീ പോലെ പടർന്നു. നിരവധി വിശ്വാസികൾ തിരുശേഷിപ്പ് വണങ്ങാൻ ദേവാലയത്തിലെത്തിക്കൊണ്ടിരുന്നു. രൂപതാധികാരികൾ കാസ ഒരു പേടകത്തിലാക്കി ചാപ്പലിൽ പ്രതിഷ്ഠിച്ചു. പിന്നീട് പഠനത്തിനായി തിരുശേഷിപ്പ് റോമിലേക്ക് കൊണ്ടുപോയി. 1500 ജൂലിയസ് രണ്ടാമൻ പാപ്പ ഇതേക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിച്ചു. 1513 ഏപ്രിൽ 13 ലിയോ 10 പാപ്പ ഇത് ഒരത്ഭുതമായി പ്രഖ്യാപിച്ചുകൊണ്ട് തിരുശേഷിപ്പിൻ്റെ പരസ്യ വണക്കത്തിന് അനുവാദം നൽകി. പിന്നീട് തിരുശേഷിപ്പ് തിരിച്ച് ക്രൊയേഷ്യയിലേക്ക് കൊണ്ടുവന്ന് അത്ഭുതം നടന്ന ചാപ്പലിൽ തന്നെ പ്രതിഷ്ഠിച്ചു. 18-ാം നൂറ്റാണ്ടിൽ പ്ലേഗ് ബാധയുണ്ടായപ്പോൾ പ്ലേഗ് ഒഴിഞ്ഞു പോയാൽ ലുഡ്ബ്രഗിൽ ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ ബഹുമാനത്തിനായി ദേവാലയം പണിയുമെന്ന് തീരുമാനിച്ചു. 1994 ഈ പ്രതിജ്ഞ നിറവേറ്റി. കാലങ്ങൾക്കതീതമായി കാരുണ്യം തേടി ജനങ്ങൾ ഇന്നും ഈ ചാപ്പലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ ആഘോഷമായ പരിശുദ്ധ കുർബാനയിലൂടെ അനുദിനം ഞങ്ങളെ സന്ദർശിച്ച് ഞങ്ങളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.